കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ദിവ്യ ശ്യാം എന്നൊരു കലാകാരിയാണ്. നമ്മൾ ഈ റേഡിയോ ജോക്കി എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ ജോക്കികളിൽ ഒരാളാണ് അവർ. അവരെ ഫാഷൻ ഷോകളിലൊക്കെ താരമാണ്. നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ ശ്യാമിൻ്റെ ജീവിതത്തിലൂടെ ഒരു സഞ്ചാരമാണ്. ഫാഷൻ ഷോകളിൽ താരം എന്ന് പറയുമ്പോൾ മിസ്സിസ് കേരള റണ്ണറപ്പ് ആയിരുന്നു, ബ്യൂട്ടി ഐക്കൺ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നോക്കി തന്നെ പറയണം, കാരണം നാവിന് വഴങ്ങുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. കാരണം ബ്യൂട്ടി ഷോകളിലൊന്നും ഒത്തിരി പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളാണ്. സിനിമ രംഗത്തുള്ള വലിയ താരങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത നല്ല അവതാരിക കൂടിയാണ് ദിവ്യ ശ്യാം. നല്ലൊരു ഇൻഫ്ലുവൻസറാണ്. യൂട്യൂബിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഏതാണ്ട് 2 പതിറ്റാണ്ടെടുക്കുന്നു കണ്ണൂരിൻ്റെ മണ്ണിൽ നിലയുറപ്പിച്ചിട്ട്. ആരാണ് ദിവ്യ ശ്യാം? അവരുടെ ബാല്യം എന്താണ്, കൗമാരം എന്താണ്? ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് കൂടി അവർ പിച്ചവെക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു സഞ്ചാരമാണ്. ഏതാണ്ട് 1 ഡസൻ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് അവർ. അപ്പോൾ അവരെ അറിയാനുള്ള ഒരു ശ്രമമാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡിൽ നടത്തുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം ദിവ്യ ശ്യാമിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദിവ്യ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഈ ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പോലുള്ള ആൾക്ക് വലിയ സുപരിചിതമായൊരു മേഖലയല്ല. അതിനകത്ത് പല ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നതായിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അറിയുന്നുണ്ട്. ദിവ്യ ശ്യാം ശരിക്കും എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ട്രിവാൻഡ്രത്താണ്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കഴക്കൂട്ടത്ത് പിള്ളമാർന്നൊക്കെ കേട്ടിട്ടില്ലേ? പിള്ളയാണോ ശരിക്കും? പിള്ളയല്ല, കഴക്കൂട്ടത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചതെല്ലാം. അച്ഛനും അമ്മയും? അച്ഛൻ കാസർഗോഡാണ്, അമ്മയാണ് ട്രിവാൻഡ്രം. 2 അറ്റത്താണ്. അച്ഛന്റെ പേര് സുകുമാരൻ. അമ്മ പ്രേമ. എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്, ദീപക്, ദീപ്തി. അവർ 2 പേരും ട്രിവാൻഡ്രത്തും ഒരാള് ഇവിടെ മലപ്പുറത്തും വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. നിങ്ങൾ മൊത്തം 4 മക്കൾ? 3 മക്കൾ. ചെറുപ്പത്തിൽ എവിടെയാ പഠിച്ചതൊക്കെ? ട്രിവാൻഡ്രത്ത്. ഏതൊക്കെ വിദ്യാലയങ്ങളിലാണ് പഠനം? അവിടെ കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്താണ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കലാരംഗത്തുണ്ടായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിൽ അന്ന് LKG UKG അതെല്ലാം ഉണ്ടോ? നേരിട്ട് 1-ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്? നേരിട്ട് നമ്മൾ 1-ാം ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. നഴ്സറി അതൊക്കെ ഉണ്ടല്ലോ, നഴ്സറി കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ്സിലേക്ക്. അപ്പം സ്കൂൾ കാലഘട്ടത്തിൽ കല എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ച് അവിടെ നാട്ടിലൊന്നും അത്ര വലിയ സപ്പോർട്ടൊന്നും അല്ല. അപ്പം ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്രൂപ്പായിട്ട് എല്ലാത്തിലും പങ്കെടുക്കണം. ഏകദേശം നമ്മൾ ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയുള്ള ഗ്രൂപ്പില് ആ സമയത്ത് നമ്മൾ പങ്കെടുത്തിട്ടുള്ളൂ, ഒറ്റയ്ക്കൊന്നും പങ്കെടുത്തിട്ടില്ല. ഇല്ല. ഏത് കാലഘട്ടത്തിലാണ്? LP-ലാണോ UP-ലാണോ ഹൈസ്കൂളിലുള്ള കാലഘട്ടത്തിലാണോ കലാരംഗത്ത് ഉണ്ടായിരുന്നത്? അതേ 3 കാലഘട്ടത്തിലും? അല്ല, ചെറുതിലെ മുതലേ എല്ലാത്തിലും ചാടി കയറും. നമുക്കൊന്നും അറിഞ്ഞൂടെങ്കിലും പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്കൂൾ കാലഘട്ടം മുതൽ കലാരംഗത്ത് സജീവമാണ്. എവിടെയാണ് പഠനം? സ്കൂൾ പഠനം അവിടെ പൂർത്തിയാക്കി. 10-ാം ക്ലാസ് വരെ കഴക്കൂട്ടത്ത് തന്നെയാണ്? 10 വരെ അവിടെ തന്നെയാണ്. പിന്നെ ഞാൻ ഡിസ്റ്റൻസ് ആണ് എല്ലാം, ബാക്കി കോളേജ് എല്ലാം ചെയ്തത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. അതും ഇവിടെ കണ്ണൂർ വന്നിട്ടാണ് ഡിഗ്രി എടുത്തതും. പിന്നെ MA മലയാളം എടുത്തതെല്ലാം കണ്ണൂർ വന്നിട്ട്. പിന്നെ ഇവിടെ നമ്മൾ വന്നു. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് നേരെ റേഡിയോ മാംഗോയില് ആ സമയത്ത് ഈ 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷം 10-ാം ക്ലാസ്സിന് ശേഷം ഡിഗ്രി കഴിഞ്ഞു. അതുമല്ല ട്രിവാൻഡ്രത്ത് തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക്. ഡിഗ്രി കാലഘട്ടമൊക്കെ എങ്ങനെ കലാരംഗത്തുണ്ടായിരുന്നു? അപ്പോഴൊന്നും അത്ര വലിയ ഇല്ല, വീട്ടിലൊന്നും അത്ര വലിയ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ആ സമയത്തൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് തന്നെ കോളേജിൽ കൊണ്ടുവരും. ഭയങ്കര സ്ട്രിക്റ്റാ. ഒറ്റയ്ക്കൊന്നും ഒരിടത്തും വിടത്തില്ല. ബസ്സിൽ പോലും ഞാൻ സത്യം പറഞ്ഞ കയറുന്നത് കണ്ണൂർ വന്നിട്ടാ ബസ് ഒറ്റയ്ക്ക് പോകുന്നത്. അവിടെ നാട്ടിലാണെങ്കിൽ എന്റെ കൂടെ എപ്പോഴും എസ്കോർട്ട് പോലെ ആൾക്കാരുണ്ടാവും. ഒന്നീ എന്റെ വലിയച്ഛനുണ്ടാവും, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ബാബു ചേട്ടൻ ഉണ്ടാവും. അപ്പൊ അവരാണ് എൻ്റെ കൂടെ എവിടെ പോകണമെങ്കിലും, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുന്നത്. സ്കൂള് അടുത്താണ്, വീടിന്റെ അടുത്താണ്. ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഞാൻ കണ്ണൂർ എത്തിയതിന് ശേഷമാണ്
കലാരംഗമായിട്ടും എല്ലാത്തിലും ഞാൻ സജീവമായിട്ട് ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങിയത് കണ്ണൂർ വന്നത്. അതെങ്ങനെ കണ്ണൂരിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഒരാൾ കാസർഗോഡ്, ഒരാൾ തിരുവനന്തപുരം. അച്ഛൻ കാസർഗോഡ്, അമ്മ തിരുവനന്തപുരം. ഇവിടെ കണ്ണൂരാണ്. അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത് ഇവിടെ കണ്ണൂരാണ്. ജോലി ആവശ്യാർത്ഥം ഇവിടെയാണ് താമസിക്കുന്നത്. അച്ഛനില്ല, അമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അമ്മയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയതും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം. ഡിഗ്രി വരെ നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു, അത് കഴിഞ്ഞ് ഇല്ല, ഞാൻ മാത്രമേ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മയും അനിയനും അനിയത്തി എല്ലാം പഠിച്ചതും ജനിച്ചതും വളർന്നതും എല്ലാം കണ്ണൂരാണ്. അവരിവിടെ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? അമ്മ എന്തായിരുന്നു ജോലി? അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ഹൗസ് വൈഫാണ്. അച്ഛൻ അപ്പൊ വീട് നോക്കിയിരുന്നു. അപ്പൊ ഇവിടെയാണ് സഹോദരങ്ങളൊക്കെ. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചത്. അങ്ങനെ 18 10ാം ക്ലാസ് പ്ലസ് 2 കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞപ്പോ പ്രീ ഡിഗ്രി ആണോ? പ്ലസ് 2 അല്ലേ? എന്റെ ഇത് കഴിഞ്ഞ പാടാണ് പ്ലസ് 2 വന്നത്. അവസാനത്തെ ബാച്ച് പ്രീ ഡിഗ്രി. അതെ, അവസാനത്തെ ബാച്ച്. നമ്മളത് കഴിഞ്ഞു അടുത്ത വർഷം മുതൽ പ്ലസ് 2 ആയി. അങ്ങനെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് വേറെ വിദ്യാർത്ഥി രാഷ്ട്രീയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? അതൊന്നും ഇല്ല, ഒരു പാവമാണ് ഞാൻ. ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ണൂരിലേക്ക് വരുന്നു, അമ്മയോടൊപ്പം കണ്ണൂരിൽ താമസം തുടങ്ങുന്നു. എന്നിട്ട് ആദ്യമായിട്ട് കലാരംഗത്ത് ഏത് മേഖലയിലേക്ക് പോകുന്നത്? റേഡിയോ ജോക്കി ആയിട്ടാണോ പോകുന്നത്? ഇല്ല, കണ്ണൂർ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മനോജ് മിനർവ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള അഡ്വർടൈസിങ് ഏജൻസി നടത്തുന്ന മനോജ് ഏട്ടന്റെ ഒരു പരസ്യമാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ലൈഫിൽ ചെയ്യുന്നത്. ഇവിടെ മംഗല്യ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള ടെക്സ്റ്റൈൽസ്, മംഗല്യ ടെക്സ്റ്റൈൽസ്. അതിലാണ് ഞാൻ ഫസ്റ്റ് ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ചെയ്യുന്നത് പരസ്യം, ഒരു സാരിയുടെ പരസ്യം. അതിനുശേഷം പൂമ്പാറ്റ ടെക്സ്റ്റൈൽസ്, ശ്രേയ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് കുറെ ടെക്സ്റ്റൈൽസിന്റെ പരസ്യം. പിന്നെ പാറേക്കുളം ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയുടെ ആഡ്, അങ്ങനെ കുറെ പരസ്യമായിരുന്നു ചെയ്തത്. അതിനുശേഷം പിന്നെ ഇവിടെ കണ്ണൂർ തന്നെ സിറ്റി ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരെ ഇന്റർവ്യൂ ചെയ്യാന്നുള്ളതാണ് ആ സമയത്ത് സിറ്റി ചാനലിൽ ചെയ്തോണ്ടിരുന്നത്. അത് സിറ്റി ചാനലിൽ ചെയ്തതിന് ശേഷം പിന്നീടാണ് ഞാൻ റേഡിയോ മാംഗോയിലേക്ക് റേഡിയോ ജോക്കി ആയിട്ട് വരുന്നത്. റേഡിയോ ജോക്കി ആയിട്ട് വരുന്നത് എങ്ങനെയാ? അന്നത്തെ റേഡിയോ ജോക്കി ഒരു പ്രൊഫഷൻ ആയിട്ട് ആളുകൾ അറിയുന്ന ഒരു കാലമല്ലല്ലോ. അല്ലല്ല, എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്താണ് ഈ റേഡിയോ ജോക്കി. റേഡിയോ ജോക്കി ഒരു പ്രൊഫഷനാണ്, അത് തൊഴിൽ മേഖലയാണെന്നൊക്കെ ആളുകൾക്ക് അറിയാത്ത കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് തിരിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? എനിക്ക് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. ഇവിടെ വന്നിട്ടാണ്, കണ്ണൂർ വന്നിട്ടാണ് ഈ റേഡിയോ ഇത്രയും ലിസൺ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. കണ്ണൂർ വന്നിട്ടാണ്. എൻ്റെ വീട്ടിലും റേഡിയോ ആ സമയത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നത് റേഡിയോയുടെ മേഖലയിലേക്കാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് സഞ്ജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നീ ഒന്ന് അയച്ചു നോക്ക്, ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന്. അപ്പം എനിക്ക് എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്ന പരിപാടി ഉള്ളതുകൊണ്ട് എനിക്കൊരു പണി തരുന്നതെന്നാണ് ഞാൻ ആ സമയത്ത് വിചാരിച്ചത്. അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പം അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രാങ്കിൻ്റെ മൂഡിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം പറഞ്ഞു, നമ്മൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റേഡിയോ മാംഗോ, മനോരമയുടെ FM സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. പെട്ടെന്ന് സ്ക്രിപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തില്ല. അപ്പം ലൈഫിലെ ഏറ്റവും രസകരമായ ഒരു അനുഭവം ഫണ്ണി ആയിട്ട് പറയണം എന്ന് പറഞ്ഞു. അതായിരുന്നു ഞാൻ അവിടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ സ്കൂൾ കാലഘട്ടത്തിൽ എന്തോ ഒരു എൻ്റെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം ഞാൻ എൻ്റെ ഇമാജിൻ ചെയ്ത് എൻ്റെതായ ഒരു ശൈലിയിൽ ഞാൻ ആ സമയത്ത് പറഞ്ഞു. എനിക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വന്ന 2 പേർക്കും കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പം സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അതൊരു 3000 ആൾക്കാരോളം പങ്കെടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. 1000 പേരുടെ ഇന്റർവ്യൂവിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആള് ചെറിയ ആളല്ല. ഫസ്റ്റ് 3000 പേരെ തോൽപ്പിച്ചിട്ടാണ് നമ്പർ 1 ആയത്. അതെ, ഇവിടെ കണ്ണൂര് ഒരു ഓഡിഷൻ ടെസ്റ്റ് കഴിഞ്ഞു, വോയിസ് ടെസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു അടുത്ത ഇന്റർവ്യൂ. ആ കാലിക്കറ്റ് മനോരമയിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പോഴാണ് ശരിക്കും ഒരു 3000-ലധികം പേരുണ്ടാവും. ആ റോഡ് നിറച്ചും ആ മനോരമയുടെ ഹോള് നിറച്ചും ഇത്രയും ആൾക്കാരെ കാണുന്നത്. രാവിലെ ഒരു 6 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തിയായിരുന്നു, കാലിക്കറ്റ് എത്തി. 8 മണിയായപ്പോൾ നമ്മൾ മനോരമയുടെ ഓഫീസിലെത്തി. എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് രാത്രി 7 മണിക്കാണ്. അതുവരെ നിന്നു ടെൻഷൻ കൊണ്ട്.
ഇത്രയും ആൾക്കാർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും റേഡിയോയിൽ ഇങ്ങനെ സംസാരിക്കണം. അന്ന് റേഡിയോ ജോക്കീസിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ആയിരുന്നു അന്ന് സെലക്ട് ചെയ്തത്. കൂടുതലും ജോക്കികളെ ആയിരുന്നു അന്ന് സെലക്ട് ചെയ്തത്. ജോക്കികളെ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ സെലക്ട് ചെയ്തു. അയ്യോ, അത് ഭയങ്കര ഒരു നമ്മളെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ അതിനു മുന്നേ ഇതുവരെ ഒരു ജോലിക്കായിട്ടോ പഠിച്ചിറങ്ങി നിൽക്കുന്ന ടൈം ഒരു ജോലിക്ക് ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ ലൈഫിലെ ആദ്യത്തെ ഇന്റർവ്യൂ. അങ്ങനെ 7 മണിക്ക് ഞാൻ ഇന്റർവ്യൂവിന് എന്നെ വിളിക്കുന്നു. ഞാൻ അകത്ത് കയറുമ്പോൾ വിളിക്കുന്നത്. അപ്പം വൈകുന്നേരം വിളിക്കുന്നു. അപ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, ഒരു ടേബിളിന്റെ ചുറ്റിനും കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന, ഒരു 5-6 പേര് നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അപ്പൊ ഞാൻ ചെന്നിരുന്നതും അവിടെ ചായ കൊണ്ടുവന്ന് വെച്ചതും ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കാണ് വെച്ചെന്നുള്ളതിൽ ഞാൻ ചായ എടുത്ത് സിപ്പ് ചെയ്തു. ടെൻഷനിൽ കുടിച്ചതാണ് സത്യം പറഞ്ഞാല്. ഇവരെയൊക്കെ കാണുന്ന ടെൻഷൻ ഉണ്ടല്ലോ, എന്താണ് ചോദിക്കുന്നത് എന്നുള്ള ഇതിൽ. അപ്പം എന്നിട്ട് ഒരാൾ പറഞ്ഞു കുടിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു മതി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പൊ ഇവിടുന്ന് ചോദ്യം വരുന്നു, ഇവിടുന്ന് പറഞ്ഞ ആൻസർ ചെയ്യുമ്പോൾ ഇല്ല, അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി അവര് ടെസ്റ്റ് ചെയ്യാനാണോ വെച്ചതെന്നും എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അവർക്ക് അതൊരു രസമായിട്ട് തോന്നി. നമുക്ക് കുറച്ച് ഫണ്ണുള്ള ആൾക്കാരാണല്ലോ റേഡിയോയിൽ ആവശ്യം, സീരിയസ് അല്ലല്ലോ. അതും എനിക്ക് അപ്പം അറിയില്ല കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ഞാൻ ആൻസർ പറഞ്ഞ് തീരുന്നതിന് മുന്നേ ഇപ്പുറത്തുനിന്ന് ചോദിക്കുന്നു. എനിക്ക് തന്നെ അന്തം വിട്ട് ഞാൻ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ വിടുന്നില്ല. ഒന്ന് ചോദിക്കുന്നു എന്താന്ന് പറഞ്ഞെന്നുള്ളത് കിളി പോയ അവസ്ഥ. നമുക്ക് അറിയില്ല ആദ്യത്തെ ഇന്റർവ്യൂ, ഇതെന്താണ് സംഭവം, ഇതൊന്നും അറിയത്തില്ല. അവസാനം പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ കൂടെ വന്ന 2 പേരെയും കൂടി ഞാൻ വെയിറ്റ് ചെയ്ത് നമ്മളൊരു 10 മണിയാവും അവിടുന്ന്, രാത്രി മണിയാവും അവിടുന്ന് കാലിക്കറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് കണ്ണൂരേക്ക് വരുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് മെയിൽ വന്നു, എന്നെ സെലക്ടഡ് ആയിട്ടുണ്ട്. കോട്ടയം മനോരമയിൽ വന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ദിവ്യാശാം കോട്ടയത്ത് റബ്ബറിന്റെ നാട്ടിൽ മുത്തച്ഛിമാരുടെ നാട്ടിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. കാരണം മലയാളത്തിന്റെ പത്രപ്രവർത്തനത്തിന്റെ ഈറ്റില്ലമാണ് കോട്ടയം. ദീപികയും മനോരമയൊക്കെ തുടങ്ങിയത് അവിടെയാണ്. പ്രഥമ ദിനപത്രമായ ദീപിക തുടങ്ങുന്നത് കോട്ടയത്താണ്. മനോരമ ഉൾപ്പെടെ ഈ നാട്ടിലെ മുഴുവൻ മാസികകളും ഇറങ്ങിയിരുന്നത് കോട്ടയത്ത് നിന്നാണ് ഒരു കാലത്ത്. എങ്ങനെയാണ് കോട്ടയത്ത് ജോയിൻ ചെയ്യാൻ പോയ ദിവസത്തെ അനുഭവം? അപ്പം കോട്ടയത്ത് ജോയിൻ ചെയ്യാൻ പോയപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കൂടെ വന്നു. അത് കണ്ണൂരിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന് ഒക്കെ വന്നു. അന്നെ പ്രീത എന്ന് വിളിക്കും വീട്ടില്. കുറെ പേരുകളുണ്ട്. അതൊക്കെ ഞാൻ വളർന്നതിന് ശേഷം ഇത്രയും പേരൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പം വീട്ടിൽ നിന്ന് അമ്മ വന്നിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ചേച്ചിയും ചേട്ടനും എല്ലാം അവര് നേരെ കോട്ടയത്തെത്തി. അപ്പൊ അവിടെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും, നമുക്ക് കുറെ പേപ്പേഴ്സിൽ സൈൻ ചെയ്യണം, അങ്ങനെ കുറെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം നമുക്ക് പോയിട്ട് വീണ്ടും കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും. അപ്പം കോട്ടയത്ത് എല്ലാ പേപ്പേഴ്സ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. തുടങ്ങുന്നത് നമുക്ക് സ്റ്റേഷനൊന്നും വന്നിട്ടില്ല, അതിനു മുന്നേ തന്നെ ജോക്കീസിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മള് അവിടുന്ന് നേരെ കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോവാണ്. ഒരു കാറില് നമ്മുടെ കുടുംബം മൊത്തം ഉണ്ട്, എന്നെയും കൊണ്ട് നേരെ കൊച്ചിയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ YMCA ലാണ് നമുക്ക് അക്കോമഡേഷൻ ഒക്കെ മനോരമ തന്നെയാണ്. അപ്പൊ നമ്മുടെ മനോരമയിലെ ജോക്കീസിന് എല്ലാവർക്കും അവിടെ YMCA ലാണ് താമസം. അന്നൊരു 10-20 പേരുണ്ടാവും തോന്നുന്നു. എല്ലാ സ്റ്റേഷനിലേക്കും ആൾക്കാർ വേണം. അവിടെ തുടങ്ങി. അപ്പൊ എന്റെ വീട്ടുകാരും സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടുവന്ന് എന്നെ ഭയങ്കര സങ്കടത്തോടു കൂടി ആദ്യമായിട്ട് വീട്ടിൽ. എനിക്ക് അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഓർമ്മ അന്നത്തെ സംഭവം. അതുപോലെ എല്ലാരും കൊണ്ട് ഇരുത്തി വിഷമിച്ച് എല്ലാരും ടാറ്റയൊക്കെ പറഞ്ഞ് അവര് പോയി. സൂക്ഷിക്കണം, നോക്കണം എന്നൊക്കെ ലൈഫില് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അത് ജോലി കിട്ടിയിട്ട്. അപ്പൊ എനിക്കും ടെൻഷൻ ഉണ്ട്. ആദ്യമായിട്ട് നിൽക്കുക, എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് വരാനൊക്കെ കുറച്ച് ടൈം എടുത്ത് അതിനുശേഷം നമ്മൾ മനോരമയിൽ വന്ന് അവിടെ കൊച്ചി മനോരമയിൽ വന്ന് ജോയിൻ ചെയ്തു. നമുക്ക് എന്നും പ്രാക്ടീസ് ഉണ്ടാവും. ഒരു 3 മാസം നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടി. എല്ലാം നമുക്ക് പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് നമുക്ക് ട്രെയിനിങ് തന്നത്. റേഡിയോ ജോക്കി അത്രയും ചെറുതല്ല. റേഡിയോ ജോക്കി ഏതൊക്കെ രാജ്യത്ത് നിന്ന് ആളുകൾ വന്നിരുന്നു ഓർമ്മയുണ്ടോ?
അതെനിക്ക് ഓർമ്മയില്ല. എല്ലാവരും വിദേശ രാജ്യത്തു നിന്നാണ് എല്ലാം പരിശീലന രീതികൾ. അല്ല, എങ്ങനെ നമ്മളെ സംസാരിക്കണം, നമുക്ക് എങ്ങനെ നമ്മൾ ഒരാളെ കയ്യിലെടുക്കണം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരോടാണ് നമ്മൾ റേഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ ആരുടെയും മുഖം നമ്മൾ റേഡിയോ കൂടി കാണുന്നില്ല. എല്ലാ ആൾക്കാരും നമ്മുടെ വോയിസ് ആണ് കേൾക്കുന്നത്. അപ്പം ഓരോ ആൾക്കാരുടെ ചെവിയിലും നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയിൽ എത്തണം, ഫീൽ ചെയ്യണം. പിന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. നമ്മൾ അന്ന് നമുക്ക് റീസെന്റ് ആയിട്ട് എന്താണോ നമ്മൾ അന്ന് സംഭവിക്കുന്നത് അതുമായി കണക്ട് ചെയ്ത്, ഇപ്പൊ പത്രത്തിലെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയതാവാം, എന്തോ ആവാം, അത് നമ്മുടെ കേൾക്കുന്ന ആൾക്ക് രസകരമായിരിക്കണം. എന്നാൽ അതിലെന്തെങ്കിലും കാര്യം നമുക്ക് അതിൽ ഉണ്ടാവുകയും വേണം. അതുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് ആ കസേരയിൽ പോയി ഇരിക്കാൻ ചുരുക്കം പറഞ്ഞാൽ സർവ്വ വിജ്ഞാനകോശമായി മാറണം. ഏത് മേഖലയും ടച്ച് ചെയ്ത് പോകേണ്ടി. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശ്രോതാക്കൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളാണ്. ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവർ മുതൽ ഹൈ പ്രൊഫൈലുള്ളവർ വരെ യാത്രക്കിടയിൽ നിങ്ങളിലേക്ക് വരും. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു വലിയ പണിയാണ്. ആദ്യത്തെ ദിവസം എടുത്ത പണി എന്താ? ആരെയാണ് ആദ്യം ലൈവിൽ വിളിക്കുന്നത്? ആദ്യത്തെ ദിവസം നമുക്ക് ലൈവ് ഒന്നും പോയിട്ടില്ല. ആദ്യം നമ്മള് ലൈവ് ആദ്യമായിട്ട് നമ്മുടെ വോയിസ് റേഡിയോയിൽ കൂടി പുറം ലോകം അറിയുവാണ്. അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ട്, നമുക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മൊത്തം ടെൻഷനിലിരിക്കുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം പോയി, അടിപൊളി സക്സസ്. പിന്നെ എല്ലാം 3 മണിക്കൂർ ലൈവാണ് പ്രോഗ്രാം. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോയി. പിന്നെ നമുക്ക് പോകുന്ന അനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തണം, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ എൻ്റെ പ്രോഗ്രാമിൽ വന്നതാണ് വെഡ്ഡിങ് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത്. അതൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു അത്. ഇപ്പൊ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഞാൻ ദിവ്യ, അന്ന് ഞാൻ ശ്യാമായിട്ടില്ല, ദിവ്യ ശ്യാമായിട്ടില്ല, വെറും ദിവ്യ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്യാം പിന്നീട് കേട്ടോട്ടെ. അന്ന് റേഡിയോയിൽ എന്താ പറഞ്ഞ, ഞാൻ ദിവ്യ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ആളുകൾ കേൾക്കുന്നതാണല്ലോ, ഓർമ്മയിൽ വന്നോട്ടെ. ഇപ്പൊ കുറെ വർഷമായ എങ്കിലും ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ഞാൻ പറയാം. റേഡിയോ മാംഗോ 91.9 ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സക്സസ് സ്റ്റോറിയാണ്. കൂടെ ഉള്ളത് നവാസിന്റെ ജീവചരിത്രങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. അതുവരേക്കും നമുക്ക് ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. അതാണ് ആദ്യം എനിക്ക് തോന്നുന്നത്, ഈ നാട്ടിലെങ്ങും പാട്ടായി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഐക്കൺ അല്ലേ? നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയ ഒരു സാധനം. എത്ര കാലം റേഡിയോ ജോക്കി ആയിട്ടുണ്ടായിരുന്നു? ഞാനൊരു 9 വർഷം കൊച്ചി തന്നെയായിരുന്നു. ഇല്ല, ഞാൻ കണ്ണൂരാണ്. കൊച്ചിയിൽ നമുക്കെല്ലാം ട്രെയിനിങ് എല്ലാം തന്നതിന് ശേഷം ഓരോ ആൾക്കാരെയും സ്റ്റേഷനിലേക്ക് വിട്ടു. കണ്ണൂര്, കോഴിക്കോടാണ് ഫസ്റ്റ് വരുന്നത്. അന്ന് തന്നെയാണ് അല്ലല്ല, ഫസ്റ്റ് അവിടെ അനൗൺസ് ചെയ്യുന്നത് കോഴിക്കോട്, പിന്നെ കണ്ണൂര്, അതിനുശേഷം കൊച്ചി, പിന്നീടാണ് തൃശ്ശൂർ വന്നത്. ഈ കണ്ണൂർ സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ദിവ്യ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കൊച്ചിയിലെ കൾച്ചർ അല്ല കണ്ണൂർ. കൊച്ചി ഓക്കെ, കണ്ണൂര് വന്നപ്പോ കണ്ണൂര് കീഞ്ഞ് പാഞ്ഞു പോയി എന്ന് പറയുന്ന സ്ഥലമാണ്. സ്ലാങ് മൊത്തം മാറുക. ഇവിടെ വന്നപ്പോ ഈ പ്രേക്ഷകരെ എങ്ങനെ നിങ്ങൾ കയ്യിലെടുത്തു? കണ്ണൂർ വന്നപ്പം എനിക്ക് ഒട്ടും ഇപ്പോഴും കണ്ണൂർ സ്ലാങ് ഇല്ല. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ണൂരിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നന്നായിട്ട് കണ്ണൂർ സ്ലാങ് ആണ് പറയുന്നത്. എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ്ങും ഇല്ല, കണ്ണൂർ സ്ലാങ്ങും ഇല്ല, കൊച്ചി സ്ലാങ്ങും ഇല്ല. സ്വന്തമായിട്ടുള്ള ഒരു എന്റേതായിട്ടുള്ള ഒരു ശൈലിയിലാണെന്ന് തോന്നുന്നു ഞാൻ പോകുന്നത്. പെട്ടെന്ന് ഞാൻ ഏത് നാട്ടുകാരിയാണെന്ന് പറയാൻ പറ്റില്ല. ചിലർ പലതും എല്ലാം കൂടി മിക്സ് ആണെന്ന് തോന്നുന്നു. കണ്ണൂർ ഇപ്പൊ ഞാൻ ടോട്ടൽ ഇപ്പൊ ഒരു 16 വർഷം ആവുന്നു. അന്ന് വന്നപ്പോഴേ ഞാൻ ഉണ്ടായിരുന്നു ഒരു 10 വർഷം. ഞാൻ കണ്ണൂർ വന്ന അന്ന് മുതൽ കേറി, അടുത്ത വർഷം കേറി. ജോക്കി ആയിട്ടല്ല വരുന്നത്. കണ്ണൂർ ഞാൻ ഇവിടെ വന്ന് ഒരു 3-ാമത്തെ വർഷം ഞാൻ ജോലിയായിട്ട് ജോലി കിട്ടി. കണ്ണൂരിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വർഷം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? 2007. വലിയ കുഴപ്പമില്ലാത്ത 2007 കണ്ണൂർ. കുറച്ച് സംഘർഷ കാലഘട്ടമൊക്കെയാണ് അല്ലേ? എങ്ങനെയാണ് ആ കാലത്ത് ഈ റേഡിയോയിലൂടെ ഈ സംഘർഷ കാലമൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നമുക്ക് ഫൺ എലമെന്റ് മാത്രമേ റേഡിയോയിൽ കൂടി പറയാൻ പറ്റുള്ളൂ. മറ്റ് സ്റ്റേഷൻ ഇപ്പം നമുക്ക് വേറെ ആകാശവാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂസ് ഇല്ല എന്നുള്ളതാണ്. വിവരങ്ങൾ കൊടുക്കൂല, ഇന്ന വിവരങ്ങളാണ്. ഇല്ല, നമുക്ക് ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ വിവരങ്ങളൊന്നും നമ്മൾ
നമ്മൾ ജോക്കീസ് പറയാറില്ല. ഇപ്പൊ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കും. ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് ഉണ്ടെങ്കിൽ, വെതർ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലൈമറ്റ്, പിന്നെ പാട്ടിന്റെ ഇടയിൽ പുട്ടിന്റെ പീര ഇടുന്നത് പോലെ ജോക്കീസ് വന്നിട്ട് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ, റീസെന്റ് ആയിട്ട് എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് രസകരമായിട്ട്, എന്ന് വെച്ചാൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വിഷമിക്കാൻ പാടില്ലല്ലോ, അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നല്ല പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു നല്ല ജോക്കുമായിട്ട് സംസാരിച്ച് പോകുമ്പോൾ അടുത്ത് വീണ്ടും കേൾക്കണം എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ അവരെ പിടിച്ചു നിർത്തും. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ അവസാനം പറഞ്ഞു നിർത്തിയെടുത്താണ്. നമ്മൾ ഈ ആളുകളെ മുഴുവൻ ഇങ്ങനെ ചിരിപ്പിക്കുകയാണ്. വർഷങ്ങളോളം നിങ്ങൾ ഈ ഒരു പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് സാഹചര്യത്തിലൂടെയാണ് ഈ മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. ഓരോ മനുഷ്യനും സഞ്ചരിക്കുന്നത് പല മാനസിക വ്യവഹാരത്തിലൂടെയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഇവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ വളരെ സങ്കടത്തോടുകൂടി എപ്പോഴെങ്കിലും ജോലി കയറേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു മനസ്സുമായിട്ട് ആളുകളെ ചിരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചിരിപ്പിക്കുക, ആളുകളെ ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ അത്രയും ഇതായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ജോക്കീസ് എപ്പോഴും ലൈവായിട്ടാണ് പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത്. ലൈവാണ്, നമുക്കൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ വായന്ന് പോയി തന്നെ, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അബദ്ധം അങ്ങനെ ദൈവം സഹായിച്ച് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ലിങ്ക് സ്കിപ്പായി പോയിട്ട് സോങ് ഇടയ്ക്ക് കയറി അങ്ങനെയൊക്കെ വരാറുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്വകാര്യ വർത്തമാനങ്ങളൊക്കെ ആളുകൾ കേൾക്കുന്ന സ്ഥിതി പല ചാനലിലും അവതാരകര് പറയുന്ന ഡയലോഗുകൾ ഓഫ് ദ റെക്കോർഡാന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് അത് ലൈവിൽ പോയ കഥകളൊക്കെ ഉണ്ട്. നമ്മൾ വാർത്തകൾ വായിക്കുന്ന പല പ്രമുഖരായ മാധ്യമ പ്രവർത്തനം അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഇല്ല, അന്നത്തെ സമയത്ത് നമുക്കിത് എന്താന്നുള്ളത് അറിയില്ല. നമ്മൾ പഠിച്ചു വരുന്നു, ഭയങ്കര ടെൻഷനിൽ നല്ല പെർഫെക്ഷനിൽ പോകണം എന്നുള്ളത് ഫുൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ തെറ്റൊന്നും ഓൺ എയറിൽ അങ്ങനെ വരുത്തിയിട്ടില്ല. പിന്നെ എപ്പോഴും നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കണം. വീട്ടിൽ അടിയും കൂടി റേഡിയോയുടെ മുന്നിൽ വന്നിരുന്നാൽ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ ഇപ്പൊ അമ്മയുടെ കൂടെ വഴക്ക് കൂടാറുള്ളൂ, വേറെ ആരും വഴക്ക് കൂടാറില്ല. അപ്പൊ ഞാനും അമ്മയും തമ്മിൽ ചെറുക എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും, അമ്മ പറയുന്നത് ഞാനും സമ്മതിച്ചു കൊടുക്കില്ല, ഞാൻ പറയുന്നത് അമ്മയും സമ്മതിച്ചു കൊടുത്തില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ മാത്രമേ വളരെ മെന്റലി ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും പരിശീലനം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ? അതൊക്കെ നമ്മള് തനിയെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനായിട്ട് നമുക്ക് പരിശീലനം റേഡിയോ ജോക്കി എന്ന നിലക്ക് നിങ്ങൾക്ക് ലഭിച്ച കരുത്ത് എന്താണ്? ഒരു റേഡിയോ ജോക്കിയായി ഒരു 10 വർഷം, എത്ര വർഷം മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ട്? 10 വർഷം റേഡിയോ ജോക്കി ആയിരുന്നതിന്റെ ഒരു കരുത്ത്, സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ദിവ്യ എന്ന പെൺകുട്ടിക്ക് കിട്ടിയ ഒരു കരുത്ത് എന്താണ്? മുതൽക്കൂട്ട് എന്താണ്? എനിക്ക് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. ഒരുപാട് കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാരുടെ സ്വഭാവം നമുക്ക് സൗണ്ടിൽ കൂടെ വരെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ മുഴുവനും നമ്മൾ നേരിട്ട് കണ്ടിട്ടോ നമുക്ക് മുൻപരിചയമുള്ള ആൾക്കാരോ ഒന്നുമല്ല. നമ്മൾ ഫോൺ വിളിക്കുന്നു, ഫോണിലൂടെ ഉള്ള ഒരു എൻ്റെ വോയിസ് അവർ കേൾക്കുന്നു, അവരുടെ വോയിസ് ഞാൻ കേൾക്കുന്നു. വോയിസിലൂടെ നമുക്ക് പല ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെന്നുള്ളത്. കാരണം അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നല്ല, നമ്മൾ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യുമല്ലോ. അതിൽ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വെഡ്ഡിങ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും ഓരോ മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്. നമുക്കത് അവരുടെ മനസ്സിൽ എന്താന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് റേഡിയോയിൽ നോക്കുമ്പോൾ അവരുടെ ഫേസ് നമ്മൾ കാണില്ല. നമുക്ക് ടി വിയിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഫേസ് കണ്ടിട്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഇത് റേഡിയോയിലൂടെയാണ്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ്റെ വൈഫാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ച് നമ്മൾ ആദ്യം മാക്സിമം എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുക, അവർക്കും ഒരു രസകരമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരത്തെ വൈഫ് വിളിച്ച് പറഞ്ഞു തരും. അപ്പം ഞാൻ പുള്ളിയെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് പുള്ളിയുടെ ലൈഫ് സ്റ്റോറി, കാര്യങ്ങൾ, പുള്ളിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം ഇങ്ങനെ പറയുവാണ്. പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന ഒന്നുമില്ല, അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം സൈ കേട്ടിട്ട് പുള്ളി പറഞ്ഞു,
എനിക്ക് ആക്സിഡന്റ് ആയിട്ട്, എൻ്റെ കൊച്ചിന് ആക്സിഡന്റ് ആയിട്ട് ഞാൻ പോവാണ്, നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറയാന്ന്. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തളർന്നു പോകില്ലേ? കൊച്ചിന് ആക്സിഡന്റ് ആയിട്ട് പോകുന്ന ഒരാളടുത്താണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന്നുള്ളത്. ദേഷ്യം പിടിച്ചിട്ട് അത് അതിലും വലിയ കാര്യം. ഇപ്പം ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. കാരണം ആര് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പൊ അത്രയും അയാളുടെ മനസ്സിൽ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ടിട്ടാണ് അയാൾ എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തത്. അപ്പൊ എനിക്ക് പിന്നെ സോറി പറഞ്ഞിട്ട് അത് വെക്കേണ്ടി വന്നു. പിന്നീട് ഞാൻ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ഈ റേഡിയോ ജോക്കി എന്ന ആദ്യം പരസ്യചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു. റേഡിയോ ജോക്കി ആയിരിക്കുമ്പോഴും പരസ്യചിത്രങ്ങളിൽ അഭിനയം തുടർന്നിരുന്നു? ഇല്ല. റേഡിയോയിൽ കയറിയതിനു ശേഷം പിന്നെ പുറം ലോകമായിട്ട് ഒരു ബന്ധം. അന്നത്തെ ഷെഡ്യൂളൊക്കെ റേഡിയോ ജോക്കിയുടെ ജീവിതം എങ്ങനെയാണ്? ഇല്ല, നമ്മൾ രാവിലെ 9 മണിക്ക് നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് പ്രോഗ്രാം, 4 മണിക്കൂർ പ്രോഗ്രാം. അത് കഴിഞ്ഞ് നമ്മൾ 4 മണിക്ക് ഇറങ്ങുന്നു. അടുത്ത ദിവസത്തെ കണ്ടന്റ് വീണ്ടും ഉണ്ടാക്കുന്നു. അടുത്ത ദിവസത്തെ വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം കിട്ടുമോ? ഇല്ല, നമ്മളത് കണ്ടെത്തണം. ഇപ്പൊ ഒരു ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്തു, ചിലപ്പോൾ അന്ന് രാവിലെ ആയിരിക്കും തയ്യാറാക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം ഈവനിങ്. ചിലപ്പോൾ ഈവനിങ് നമ്മൾ തയ്യാറാക്കി വെച്ചാലും രാവിലെ വരുമ്പോൾ നല്ലൊരു കണ്ടന്റ് കിട്ടുവാണെങ്കിൽ അത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള പുതിയ സാധനം എടുക്കും. ഈ റേഡിയോ ജോക്കി ആയിരുന്ന ദിവ്യ എപ്പോഴാണ് ഈ ഫാഷൻ ലോകത്തേക്ക് വരുന്നത്? എന്താണ് അതിന് കാരണം? എപ്പോഴാണ് ഈ അന്നനടയിലേക്ക് കയറുന്നത്? ഞാൻ അങ്ങനെ കുറച്ച് പേരെ എനിക്ക് അതിനകത്ത് ഓർമ്മയില്ല. ഈ കാറ്റ് വാക്ക് എന്ന് പറയുന്ന സംഭവം എന്താണ്? പൂച്ച നടത്തം. അങ്ങനെ പൂച്ച നടക്കുന്ന പോലെയാണോ? അതെ, പൂച്ച നടക്കുന്നത് പോലെ അല്ല. അത് പറയാനുള്ള റീസൺ പറയാം. ഞാൻ റേഡിയോ ജോക്കിയിൽ നിന്ന് നേരെ അല്ല കാറ്റ് വാക്കിലേക്ക്, മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. ഞാൻ അവിടെ റിസൈൻ ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്യാൻ പ്രത്യേക റീസൺ ഒന്നുമില്ല. കാരണം എനിക്ക് പുറത്ത് ആങ്കർ ചെയ്യണം. നമ്മൾ ഇത്രയും നാള് നമ്മളെ മുഖം തിരിച്ചറിയുന്നില്ല, നമ്മുടെ വോയിസിലൂടെയാണ്. അതിലൊരു ഇൻസിഡന്റ് പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ വോയിസിലൂടെ തിരിച്ചറിയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. ഞാനൊരു സ്റ്റുഡിയോയിൽ പോയി, ഞാൻ റേഡിയോ മാംഗോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോയിൽ പോയത്. അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചലവല സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആള് ചോദിച്ചു, നിങ്ങൾ റേഡിയോയിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഈ വോയിസ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെയും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത്രയും നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അന്ന്. നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ റേഡിയോ ലൈവ് പോകുന്ന സാധനം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യും. കാരണം നമ്മുടെ വോയിസ് കേൾക്കുന്നുണ്ടോ, നമ്മുടെ FM ആൾക്കാർ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബസ്സിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം ഷോ തന്നെ നമ്മളിരുന്ന് കേട്ട് ബസ്സിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അറിയില്ല. അപ്പം എന്റെ കൂടെ അന്ന് കോജോക്കായിട്ട് പട്ടണക്കാട് പുരുഷോത്തമൻ സാറിന്റെ മകനാണ് എന്റെ കൂടെ കോജോക്കായിട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പുള്ളി എണീറ്റിട്ട് പറയും, ഞാൻ ബസ്സിൽ എണീറ്റ് ഒന്ന് പറയട്ടെ, ഞാനാണ് ജോക്കി, ഞാനാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം നമ്മളാരും തിരിച്ചറിയുന്നില്ല. പിന്നെ കുറെ വർഷം ഇങ്ങനെ വർക്ക് ചെയ്തപ്പോ എനിക്ക് TV-യിൽ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം തോന്നി. കാരണം നമ്മൾ ഫേസ് ആരും കാണുന്നില്ല, പുറത്തൊന്ന് ഇറങ്ങണം എന്ന് തോന്നിയപ്പം ഞാൻ അവിടെ റിസൈൻ ചെയ്തു. അങ്ങനെ തന്നെ റിസൈൻ ചെയ്തത്. അതിനുശേഷം നേരെ ഞാൻ പോകുന്നത് ദൂരദർശനിലാണ്. ഇവിടുന്ന് റേഡിയോ മാംഗോന്ന് റിസൈൻ ചെയ്തതിന് ശേഷം നേരെ ദൂരദർശനിൽ പോയി. അവിടെയും എനിക്ക് ലൈവാണ് കിട്ടിയത്. ഈ ലൈവ് ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് മറ്റേത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ കട്ട് പറയാം, എഡിറ്റ് ചെയ്ത് കേൾക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഇത് ലൈവ് പറയുമ്പം ഇന്റർവ്യൂ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയാലും നമുക്ക് അതിങ്ങനെ കൊണ്ടുപോകാം. ഇത് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ലൈവ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത് ജഗന്നാഥ വർമ്മ സാറിനെയാണ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതും ലൈവായിട്ട്. അന്ന് ഫണ്ണി ആയിട്ട് ഞാൻ സാർ അന്ന് തീരെ സുഖമില്ലാതിരിക്കുന്ന ടൈമാണ്. കുറച്ച് പടങ്ങളെ അപ്പം ചെയ്തു തുടങ്ങുന്നുള്ളൂ. കാരണം അത്രയും വയ്യാണ്ടായി. ആ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ സാറിനോട് ചോദിച്ചു, മലയാള സിനിമയിൽ ഇപ്പം ഒരു നായകനായിട്ട് അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആരെ കൂടെയാണ് അഭിനയിക്കാൻ ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്വേതാ മേനോന്റെ കൂടെ അഭിനയിക്കാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ നെടുമുടി വേണു സാർ വന്നു. അതിനാണ് എനിക്ക് അവിടുന്ന് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ആങ്കറിംഗ്
ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് നെടുമുടി വേണുചേട്ടന്റെ കൂടെയുള്ള അവാർഡ്. അത് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. സാധാരണ നമ്മൾ ഇന്റർവ്യൂ TV-യിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കരുതെന്നുള്ളത് എനിക്കൊരു വാശിയായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന അവിടെയും തന്നെ ദൂരദർശനിലും അങ്ങനെ തന്നെയായിരുന്നു. ദൂരദർശനിൽ നമുക്കറിയാമല്ലോ ഒരു ഭയങ്കര ഒരു സർക്കാരിന്റെ ഒരു സംവിധാനം അതുകൊണ്ട് ഫണ്ണായിട്ടായിരിക്കില്ല, രണ്ടുപേരും സീരിയസ് ആയിട്ടായിരിക്കും. ചോദിക്കുന്ന ആളും ആൻസർ പറയുന്ന ആളും സീരിയസ് ആയിരിക്കും. അപ്പൊ എനിക്കത് കുറച്ച് ഫണ്ണാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ റേഡിയോന്ന് വന്നതാണല്ലോ, അപ്പൊ നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തപ്പിപ്പിടിച്ച് ആൾക്കാർ കേൾക്കാത്തതും എന്നാൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം വേണുചേട്ടന് പോലും ഓർമ്മയില്ലാത്ത കുറേ കാര്യങ്ങളായിരുന്നു ഞാൻ അന്ന് തപ്പിപ്പിടിച്ചത്. കാരണം ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. അതുവരെയുള്ള കാര്യങ്ങൾ തപ്പിപ്പിടിച്ചെടുത്തപ്പം വേണുചേട്ടൻ ചോദിച്ചു, ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയത്, ആര് പറഞ്ഞു തന്നു ഈ സാധനം? എന്റെ മൈൻഡിൽ പോലും ഇല്ല ഇത്. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്ക് എൻ്റെ പഴയ ബാല്യകാലത്തും എൻ്റെ സുഹൃത്തുക്കളെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ഓർമ്മകൾ ഫുൾ തന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്റർവ്യൂ ഇങ്ങനത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര എനിക്ക് അതൊക്കെ നമുക്കൊരു അവാർഡ് കിട്ടുന്ന പോലെ. നെടുമുടി വേണുചേട്ടൻ, പിന്നെ നമ്മളെ കുറെ ആൾക്കാരുണ്ട്, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അല്ല, അവിടെ ഞാൻ സിനിമാക്കാര്, സിംഗേഴ്സിന്, പിന്നെ സീരിയൽ ആർട്ടിസ്റ്റ്, ഡയറക്ടേഴ്സ്, അങ്ങനെ അവരൊക്കെയാണ്. ദൃശ്യമാധ്യമ ലോകത്ത് ഉള്ള ഈ കലാരംഗത്തുള്ള സിനിമയായിട്ടുള്ള ആൾക്കാര്, സീരിയലും അതിന്റെ ഡയറക്ടർമാരും ആ ലെവലിലുള്ള ആള്. എത്ര വർഷം നിന്നു ദൂരദർശനിലൊരു 4 വർഷം അവിടെ ഇന്റർവ്യൂ ചെയ്തു. 4 വർഷം അവിടെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വേറെ ചാനലിലും ചെയ്യുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അല്ലാതെ പുറത്ത് ഇന്റർവ്യൂസും പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ സ്ഥിരമാക്കിയില്ല. ഞാൻ കണ്ണൂർ വരും, പ്രോഗ്രാം ഉള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ട് വരും. മനോരമയിൽ ഒരു പെർമനന്റ് ജോലി നഷ്ടപ്പെടുത്തിയപ്പോൾ എന്ത് തോന്നി? കാരണം മനോരമ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ ഒരു ജോലി കിട്ടുക എന്നെല്ലാം പറഞ്ഞാൽ ഒരാൾ സർക്കാർ ജോലി കിട്ടിയതിന് തുല്യമാണ്. അതെ അതെ അതെ, ഞാൻ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് ആയിരുന്നു. അപ്പൊ വീട്ടുകാർക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഇങ്ങനെ അതെ അതെ ചോദിച്ചു. മാനേജ്മെന്റും പറഞ്ഞു ഇത് ഒരു നല്ല തീരുമാനമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ റീതിങ്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, ദൂരദർശൻ കഴിഞ്ഞ് കുറച്ച് ഞാൻ ഗ്യാപ്പ് എടുത്തു. അതിനുശേഷം ഞാൻ നേരെ വരുന്നത് ഫാഷൻ ലോകത്തേക്കാണ്. അതിന് ആരും അങ്ങനെ വന്നതല്ല. ഫാഷൻ നമ്മുടെ മനസ്സിൽ പണ്ട് നമ്മൾ ചെറുതിലെ FTV ഒക്കെ കാണുമല്ലോ, അപ്പൊ അത് നമ്മുടെ FTV ചാനൽ സ്വകാര്യമായിട്ട് ഞാനും കാണും. FTV കാണുമ്പോൾ ഇതുപോലെ റാമ്പിൽ നടക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് എന്റെ കണ്ണില് ഇങ്ങനെ യൂട്യൂബില് ഇൻസ്റ്റയിൽ തന്നെ ഒരു പേജന്റിന്റെ ഇത് കണ്ടായിരുന്നു, എസ്പാനിയുടെ ഒരു മിസ്സിസ് കേരള പേജന്റ്. അപ്പോഴത്തേക്ക് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ കോട്ടയത്ത് ഒരു കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട്. കോട്ടയത്ത് ഞാൻ ആദ്യം മനോരമയിൽ ജോയിൻ ചെയ്യാനാണ് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ കോട്ടയത്ത് കാലുകുത്തുന്നത്. രണ്ടാമത് എന്റെ ലൈഫിൽ ഞാൻ കാലുകുത്തുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഇവിടെ കല്യാണം കഴിച്ചിട്ടാണ്. ഒരിക്കലും ഞാൻ കോട്ടയത്ത് പിന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ അവിടെ കോട്ടയത്ത് തന്നെ എനിക്കൊരു ആളെ കിട്ടി. അതൊരു പേജന്റ് ആയിരുന്നു, ഒരു മിസ്സിസ് കേരള പേജന്റ് ആയിരുന്നു. അതിന് ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവിടുത്തെ കാര്യങ്ങളും ഒന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവിടുത്തെ ജഡ്ജ്മെന്റ് ആണെങ്കിലും അവിടെ നടന്ന രീതികളൊന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഇതിനകത്ത് കൂടുതൽ വരണം എന്ന് തോന്നി. അടുത്ത വർഷം 2023 ഞാൻ പേജന്റിൽ ചെയ്തു. അപ്പം ഞാൻ മിസ്സിസ് കേരള ഫസ്റ്റ് റണ്ണറപ്പ് ആയി. പിന്നെ ബ്യൂട്ടി ഐക്കൺ കോൺടെസ്റ്റും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഉണ്ടായിരുന്നു, അതിനും ഞാൻ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്തല്ല വേണ്ടത്? സാധാരണ ഒരു പെണ്ണിന് പോയിട്ട് അവിടെ ഒരു പൂച്ച നടന്ന കാര്യം നടക്കും. എന്തൊക്കെയാണ് വേണ്ടത്? എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നതിന്? നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു ഫാഷൻ ലോകത്ത് പോകുമ്പോൾ മിസ്സിസ് കേരളൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര സൗന്ദര്യം വേണമെന്ന്. സൗന്ദര്യമല്ല ഇതിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. സൗന്ദര്യം വേണം, എന്നാലും അതിനല്ല കൂടുതൽ പ്രിഫറൻസ്. അവർക്ക് ഒരുപാട് റൗണ്ട്സ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്സ് ഉണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മുടെ ബിഹേവിയർ ഉണ്ട്, നമ്മുടെ പെർഫോമൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാറ്റ് വാക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്.
അപ്പൊ അവര് സ്പോട്ടിൽ ചോദിക്കുന്ന ആൻസറിന് നമ്മൾ എങ്ങനെ ആൻസർ പറയുന്നു, നമ്മൾ അവിടെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ശരിക്കും അവര് വരുന്നത്, ജൂറി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ, നിങ്ങൾ നേരിട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ 2023 ഞാൻ ഫസ്റ്റ് റണ്ണറപ്പ് ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം മൊബൈൽ ഫോണിനെ കുറിച്ചായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ച്, ഞാനൊരു മൊബൈൽ ഫോൺ അഡിക്റ്റ് അല്ല. ഞാനൊരു 6-7 വർഷം ഞാൻ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനമേ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് ഫോണില്ല, അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ അന്ന് സംസാരിച്ചത് മൊബൈൽ ഫോണും ഇതെല്ലാം നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇപ്പം 5Gയുടെ കാലമാണ്, ഫോൺ യൂസ് ചെയ്യാതെ നമ്മൾ, പക്ഷെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കണം. ഫോണ് നമ്മൾ യൂസ് ചെയ്യരുത്, നമ്മളാണ് ഫോണിനെ യൂസ് ചെയ്യേണ്ടത്. എന്നാണോ ഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് കാര്യങ്ങളെല്ലാം. അല്ല, നിങ്ങൾ യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസറാണ്, സ്വന്തമായിട്ട് റീൽ ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ ചെറുങ്ങനെ ഇതിന് അഡിക്റ്റ് ആയത് ഈ കാര്യങ്ങളൊക്കെ നടക്കും? ഇല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ആണ് നമ്മൾ അഡിക്റ്റ് ആക്കുന്നത്. നമ്മൾ അഡിക്റ്റ് ആവണമെന്ന് വിചാരിച്ചു പോയാലും നമ്മളിപ്പോൾ ഒരു റീല് കണ്ടിരിക്കുമ്പം അടുത്ത റീല് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനം തരുന്നത് അതാണ്. നമ്മുടെ മൈൻഡ് വേണം അതിന് സെറ്റ് ആക്കാൻ. ആവശ്യമുള്ളതുപോലെ നമ്മൾ യൂസ് ചെയ്താൽ എല്ലാം നല്ലതാണ്. അനാവശ്യമായിട്ട് യൂസ് ചെയ്താലാണ് പ്രശ്നങ്ങൾ. ഫാഷൻ ഷോ സത്യത്തിൽ എന്തിനു വേണ്ടി നടത്തുന്നത്? നമ്മളൊക്കെ ഇത് പത്രത്തിലും ചാനലിലൊക്കെ ഇടയ്ക്ക് കാണലുണ്ട്. അത് ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാമ്പ് എന്താണ്? ഇത് ഫാഷൻ ഷോ നമുക്ക് ഫാഷനും സ്റ്റൈലും ഒക്കെ ആയിട്ട് റിലേറ്റഡ്, അതിനൊരു പാഷനുള്ള ആൾക്കാരാണ്. വിചാരിക്കും സ്ത്രീകളുടെ സൗന്ദര്യ വടിവ് കാണാനുള്ള ഒരു സാധനമാണെന്ന്, അതല്ല. ചില ആൾ വിചാരിക്കും വസ്ത്രധാരണം കാണാനാണെന്ന്, ചില ആൾ വിചാരിക്കും അവരുടെ മേക്കപ്പിന്റെ ഇത് കാണാനാണെന്ന്, ചില ആൾ വിചാരിക്കും അവരുടെ ജനറൽ നോളജ് എന്താണെന്ന് അറിയാൻ. ഇതെല്ലാം ഘടകമാണോ? എന്തെല്ലാമാണ് ഘടകങ്ങൾ? ഇതെല്ലാം ഒത്തുചേരുന്നതാണ് ഫാഷൻ ഷോ. സൗന്ദര്യം ആണ്, മേക്കപ്പ് ഉണ്ട്, ഡ്രസ് ഉണ്ട്, നമ്മുടെ സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ ബോഡി സ്ട്രക്ചർ ഉണ്ട്. ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ഒരു ഫാഷൻ ഷോ ആവുന്നത്. ഈ പലപ്പോഴും ഫാഷൻ ഷോയ്ക്കെതിരെ കേരളത്തിൽ പല സ്ഥലത്തും പ്രതിഷേധ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം അന്ന് മനസ്സിൽ വിചാരിക്കണ്ട, ഇവരെന്തിനാ ഈ ഫാഷൻ ഷോ നടത്തുന്നത്, സ്ത്രീകൾ അങ്ങനെ കാണേണ്ട ആളുകളാണോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഏതെങ്കിലും രീതിയിൽ എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടോ ഈ ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്തപ്പോൾ? പണ്ടായിരുന്നു ഇതുപോലെ ഈ ഫാഷൻ ഷോയ്ക്ക് എതിർപ്പും അതിനെ ഒരു വൾഗറായിട്ടൊക്കെ കണ്ടിരുന്നത് പണ്ടാണ്. ഇപ്പം തട്ടുകട വരുന്നത് പോലെയാണ് ഇഷ്ടംപോലെ ഫാഷൻ കമ്പനികൾ വരുന്നത്. ഇഷ്ടംപോലെ ഫാഷൻ കമ്പനികളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനമായി ഫാഷൻ ഷോ മാറും. അത് വെറും ഇടയ്ക്ക് പോയിട്ട് ചെയ്യേണ്ട ഒരു ഷോ മാത്രമാണ്. നിങ്ങൾ റേഡിയോ ജോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷനാണ്, നിങ്ങൾക്ക് ജോലിയുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് കൃത്യമായ പേയ്മെന്റും കാര്യങ്ങളും സ്ഥിരമായി അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പം നിങ്ങൾ ദൂരദർശനിൽ പോയി കൃത്യമായ പേയ്മെന്റ് ഉണ്ട്. ഈ ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഫാഷൻ ഷോ നടക്കാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്? അതിന്റെ ഒരു മനുഷ്യന്റെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ അതിന് എത്രമാത്രം റോളുണ്ട്? ഇപ്പൊ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഫാഷൻ ഷോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോഡൽ, അവർ ഭയങ്കര റിച്ച് ആണ്, ഒരുപാട് ക്യാഷ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഷോയിൽ നമ്മൾ പങ്കെടുക്കുമ്പം ക്യാഷ് നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, നമുക്ക് ഇങ്ങോട്ടല്ല കിട്ടുന്നത്. ഇപ്പോൾ ഒരു പേജന്റിന് നമ്മൾ പങ്കെടുക്കുമ്പം ഒരു 50,000 റുപ്പീസ്, ഒരു 50,000 രൂപയാണ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ നമ്മളൊരു റാമ്പിൽ കയറണമെങ്കിലും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ റാമ്പിൽ കയറുന്നത്. പിന്നെ നമ്മൾ റാമ്പിൽ കയറി എക്സ്പീരിയൻസ്ഡ് ആയി നമ്മൾ നല്ലൊരു മോഡലായി നമ്മുടെ ഇതെല്ലാം ഒരു റാമ്പിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഒരു മോഡൽ വാല്യൂ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഒരു മോഡൽസിന് ഒരു വാല്യൂ ഇല്ല. ഞാൻ എൻ്റെ ഒരു ചോദ്യം, ഈ റാമ്പിൽ തെളിഞ്ഞ ഒരാൾക്ക് പിന്നെയുള്ള സാധ്യത എന്താണ്? മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മാസികകളൊക്കെ ഇല്ലാതായല്ലോ. പണ്ടാണ് ഈ മാസികകളുടെ മുഖചിത്രങ്ങളിലൊക്കെ മോഡലായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഈ ദൃശ്യ മാധ്യമങ്ങളിൽ വരാനാണോ, ചാനലുകളും യൂട്യൂബ് അങ്ങനെയുള്ള നവമാധ്യമങ്ങളിൽ വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞു തന്നെ, നമ്മുടെ കേരളത്തിലാണ് ഈ മോഡൽസിന് വാല്യൂ ഇല്ലാത്തത്. പുറത്തൊക്കെ പോയാലും നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാനും നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് മോഡൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ മോഡലിൽ റാമ്പിൽ കയറി നല്ലൊരു മോഡലായി പ്രിന്റ് മോഡലിലേക്ക് പോവാം, അല്ലെങ്കിൽ ആഡിലേക്ക് പോവാം, പിന്നെ അവിടുന്ന് നേരെ അവർ സിനിമയിലേക്ക് പോവാൻ, അങ്ങനെയുള്ള എന്താണോ അവർ ഇഷ്ടപ്പെടുന്നത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവർ കാറ്റഗറി തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സ്റ്റേബിൾ ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നില്ല. എത്ര കാലം ഒരാൾ ഈ ഫാഷൻ ഷോ ലോകത്ത് നിൽക്കും? ഇല്ല, ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും ഒരു ഇഷ്ടം കൊണ്ട്, റാമ്പ് എന്താണ്, ഒന്ന് റാമ്പിൽ കയറാനുള്ള ഇഷ്ടം കൊണ്ട് വന്ന് കയറി അവർ പോകും. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് ചിന്തിച്ചു പോയാൽ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ റാമ്പിൽ പോയിട്ട് വീണ് പോകുന്നതൊക്കെ. ഇതുവരെ
അങ്ങനെ ഒന്നും അബദ്ധം ഈ പറ്റിയിട്ടില്ല. ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഈ മലബാറിലേക്ക് ഇപ്പൊ അതെങ്ങനെയാ സജീവമായോ? ശരിക്കും ഇതിപ്പം മലബാറിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു ഫാഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിവോക്ക് എന്നാണ് അതിന്റെ പേര്. അത് സാധാരണ ഒരു ഫാഷൻ കമ്പനി പോലെ അല്ല. നമ്മൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളെ ഷോക്കേസ് ചെയ്യണം അത് ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഇതാണ്. ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്താ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുക? ആ കമ്പനിയുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, സാധാരണ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മോഡൽ വന്നാൽ മോഡലിന്റെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഒരു കമ്പനി എടുക്കുന്നത്. മോഡലാകാനുള്ള യോഗ്യത എന്തൊക്കെയാണ്? നല്ല ഒരാൾക്ക് മോഡലാണെന്ന് തോന്നി, അതിപ്പോ എന്തെല്ലാം യോഗ്യത വേണം? ഇപ്പോൾ ദിവ്യേനെ ബന്ധപ്പെട്ട് എനിക്കും ഒന്ന് റാമ്പിൽ കയറണം എന്നൊരു പെൺകുട്ടിക്ക് പറയണമെങ്കിൽ, ഇപ്പൊ എനിക്ക് മലബാറിൽ നിങ്ങൾ ആ രംഗത്ത് ഒരു സുപരിചിതയായ വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ ഒരു സാധാരണ പെൺകുട്ടിക്ക് തോന്നാണ് എനിക്കും ഒന്ന് മോഡലാകണം, എന്താണ് വേണ്ടത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇവിടെ നമ്മൾ കുറെ പേരുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും മോഡലായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. ആണിനും പെണ്ണിനും നല്ല പ്രായമുള്ള ഒരു അമ്മാവന് വേണമെങ്കിലും നമുക്ക് മോഡലായിട്ട് പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മോഡൽ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ അയാളുടെ ബോഡി അയാൾ ശ്രദ്ധിക്കണം, അയാളുടെ ആറ്റിറ്റ്യൂഡ്, നടത്തം, എല്ലാ കാര്യത്തിലും. പിന്നെ അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിൽ ഒരു സെൽഫ് ലവ് ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് കെയർ ചെയ്ത് നമ്മൾ അതും ആ ഫീൽഡിലേക്ക് നമ്മൾ ഫുൾ ഡെഡിക്കേഷൻ കൊടുക്കണം. സെൽഫ് ലവിന് വേണ്ടി ദിവ്യ എന്തൊക്കെ ത്യാഗം ചെയ്യും? നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുക, നമുക്ക് നമ്മുടെ ഓവർ തടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. റീൽസിൽ താരമായി വന്നു എന്ന് പറഞ്ഞു, ഏതാണ് ഐറ്റം? വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയിരുന്നു. അത് നമ്മുടെ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞൊരു ചിത്രത്തില് വെള്ളിപ്പൂത്തിങ്കൾ, അത് നമ്മൾ അതേപോലെ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നന്നായിട്ട് റീച്ച് കിട്ടിയത് മനോരമയിലും ഓൺലൈനിലൊക്കെ വന്ന് കുറച്ച് റീച്ച് കിട്ടിയ നല്ല റീൽസ് ആയിരുന്നു. അത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ 2-3 പേര് കുറെ റീൽസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഫാഷൻ ഷോ അവതരിപ്പിച്ചിട്ടുണ്ടോ? പുറത്ത് ഞാൻ അങ്ങനെ പോയി ചെയ്തിട്ടില്ല. കേരളത്തിൽ ഏതെല്ലാം നഗരങ്ങളിൽ ഫാഷൻ ഷോ? ഇവിടെ നമ്മൾ കൊച്ചിയിലാണ് കൂടുതലും, കൊച്ചിയിലാണ് ഇപ്പം കൂടുതലും ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഞാൻ മോഡലിംഗ് പഠിച്ചതൊക്കെ കൊറിയയിലുള്ള ഒരു മോഡലിംഗ് കോച്ചിന്റെ അടുത്ത് നിന്നാണ്. ഞാൻ ശരിക്കും എന്റെ ഒരു മോഡലിംഗ് ഗുരു എന്ന് പറയാൻ വേണ്ടിട്ട് പുള്ളിയാണ്. ഒരു നമുക്ക് പറയാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ച്വാൻ ചി എന്ന് പറയും. ച്വാൻ ചി എന്ന് പറയുന്ന കൊറിയക്കാരനാണ്. ഓൺലൈൻ വഴിയാണ്. ഇല്ല ഓൺലൈൻ വഴി അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും മോഡലിംഗ് എന്താണ്, നമ്മൾ റാമ്പിൽ എന്തൊക്കെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ പുള്ളിയുടെ അടുത്താണ്. പക്ഷെ അതൊന്നും ഫാഷൻ ഡിസൈൻ കോഴ്സുകളുണ്ടല്ലോ, അവരൊക്കെ നന്നായി ചെയ്ത് പുതിയ കുട്ടികൾ അവിടെ കോലത്തിലൊക്കെ നടക്കുന്നതാണ്. വലിയ പ്രശ്നങ്ങളുണ്ടായി, ഇപ്പൊ എല്ലാം ഓക്കെ ആയി. പക്ഷെ അത് ഡിസൈൻ കോഴ്സ്, അത് നമ്മളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതും അതും ഒരു വേറെയാണ്. പിന്നെ ഈ ഇൻഫ്ലുവൻസർ എന്ന നിലക്ക് നിങ്ങൾ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ടല്ലോ, ആരെയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്താണ് അതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഐദിയ എന്ന് പറഞ്ഞിട്ട്. ദിവ്യയുടെ ദിയ എന്നാക്കിയതാണ്. ഫ്രണ്ട്സ് ഒക്കെ ദിയ എന്ന് വിളിക്കുന്നത് കൊണ്ട് പിന്നെ അതൊരു രസം പറയാനൊരു അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ. അതിന് 12K അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഇടുന്നത് ഇപ്പൊ കുറവാണ്. അല്ല, അതിൽ ഞാൻ ചെയ്യുന്നത് മേക്കപ്പാണ്, ബ്യൂട്ടി വ്ളോഗാണ്. മേക്കപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്. മേക്കപ്പിന്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ട, ബിഗിനേഴ്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് അപ് ടു ഡേറ്റ് ആയിരിക്കും, മേക്കപ്പിനെ കുറിച്ച് അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പം പുതിയ പ്രൊഡക്റ്റ് വന്നാൽ അത് എന്താണെന്നുള്ളതും, യൂസ് ചെയ്യേണ്ട സാധനം എന്തൊക്കെയാണ്, യൂസ് ചെയ്യേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയും. സിനിമാ ലോകത്തേക്കുള്ള ഒരു കാൽവെപ്പുണ്ട് എന്ന് കേട്ടു, എന്താണ് പരിപാടി? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എന്റെ ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഫിലിം ഇടത്തല താപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് ചെയ്യുന്നത്. ബിജു മേനോനാണ്, പിന്നെ അനിൽ ബാബു ആണ് അത് സംവിധാനം ചെയ്യുന്നത്. അപ്പം ആ ഫിലിമിലാണ്. പിന്നെ അത് സംവിധാനം ബാബുവാണ്. അത് അവര് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതൊരു വില്ലത്തിയുടെ റോളാണ്. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. പിന്നെ 2 സിനിമ അല്ലാതെ വന്നിട്ടുണ്ട്. അതിലും ഒന്ന് വില്ലത്തിയാണ്, ഒന്നൊരു റൊമാൻസ് ഒക്കെ. പ്രണയമുണ്ട്. ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് കോട്ടയത്ത് നിന്നാണോ? എങ്ങനെയാണ്? പ്രണയമാണോ? ഇനി എങ്ങനെയാണ് വന്നു പെട്ടത്? ആളുടെ പേരെന്താണ്?
പുള്ളിയുടെ പേര് ശ്യാം, അതാണ് ദിവ്യ ശ്യാം ആയത്. പുള്ളിയും റേഡിയോ മാംഗോയില് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. റേഡിയോ മാംഗോയില ഞാൻ ഫസ്റ്റ് റേഡിയോ മാംഗോയിൽ വരുന്നു. അതിന്റെ കൂടെ തന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പുള്ളിക്കാരൻ വരുന്നത്. പിന്നെ അവിടുന്ന് ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. ഇപ്പം പുള്ളിയെ കണ്ടു, ഇഷ്ടമാണ്. ഇപ്പം ഒരു 14 വർഷമായി. എങ്ങനെ നിങ്ങളുടെ ഈ എന്താ പ്രശ്നം? ഒരു സാധാരണ മനുഷ്യന്മാർക്കൊന്നും, സാധാരണ ഒരു മലയാളി പെൺകുട്ടിക്ക് കടന്നു പോകാൻ എളുപ്പത്തിൽ സാധിക്കുന്ന വഴിയിലൂടെയല്ല നിങ്ങളുടെ സഞ്ചാരം. ശരാശരി മലയാളി എപ്പോഴും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയുമുള്ളവർ. അവള് ഫാഷൻ ഷോ അവതരിപ്പിക്കുക, അവള് ഇങ്ങനെ തിരുവനന്തപുരം, കാസർഗോഡ്, കണ്ണൂർ സ്ഥിരമായി യാത്ര ചെയ്യുന്നു. ശരാശരി മലയാളിയുടെ മനസ്സിൽ നിങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ കുറച്ച് കുറവാണ്. ഇപ്പോൾ അതെല്ലാം പിന്നെ കുട്ടികൾ എല്ലാത്തിനെയും അതിജീവിച്ച് കഴിഞ്ഞു. ഞങ്ങളാണ് താരങ്ങളെന്ന് കുട്ടികൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ ഒരു നിലപാട് എങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ? പുള്ളിയാണ് എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനത് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയും. പറഞ്ഞിട്ടുണ്ടോ അത് വേണ്ടെന്ന്? നോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടല്ല, ഇല്ല അങ്ങനെയൊന്നുമില്ല. നമ്മള് ഫ്രണ്ട്സ് മാതിരിയാണ്, അല്ലാതെ പേടിപ്പിക്കാറൊന്നും ഇല്ല. അങ്ങനെയൊന്നും, നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു. പുള്ളി ടെക്നിക്കൽ ഏരിയയിലാണ്. ടെക്നീഷ്യൻ കൂടെ ഉണ്ട്. ഒരാളാണ് മഞ്ചാടി, വൈഗ എന്നാണ് സ്കൂളിലെ പേര്. മഞ്ചാടി എന്നാണ് വിളിക്കുന്നത്. ഇല്ല, മഞ്ചാടി എന്നുള്ള പേരാണ് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. മഞ്ചാടി എന്നുള്ള പേരാണ്. വൈഗ ഇപ്പൊ 8th പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. അപ്പം വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് കേട്ടോ. ഒരു പെൺകുട്ടി കടന്നു വന്ന വഴികളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാം നമുക്ക്. ഇപ്പോഴും ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്ത സിനിമാ ലോകത്തേക്കുള്ള കാൽവെപ്പാണ്. അതിന് കണ്ണൂർ വിഷൻ്റെ സക്സസ് സ്റ്റോറിയിലൂടെയാണ് ആ സിനിമയുടെ കാര്യം ആദ്യമായി പറയുന്നത്, അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്, കാരണം അത്രയേറെ കഴിവുണ്ട്. കാരണം റേഡിയോ ജോക്കിയായിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പറ്റുന്ന ഒരു കാര്യമല്ല. എന്ന് 3000 പേരിൽ നിന്ന് ദിവ്യയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ദിവ്യയ്ക്ക് കാമ്പുണ്ട്, കരുത്തുണ്ട്, അറിവുണ്ട്, പഠിക്കാനുള്ള താല്പര്യവുമുണ്ട്. ഈ എപ്പിസോഡ് ഞാൻ പ്രേക്ഷകർക്ക് തരുന്നത് നമുക്കും സഞ്ചരിക്കാം പുതിയ വഴികളിലൂടെ. ഒത്തിരി വഴികൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ഇന്നത്തെ ലോകത്ത്. ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ ദിവ്യ ശ്യാം നമുക്കൊരു പ്രേരണയാകട്ടെ. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ എപ്പിസോഡ് അതിനായി മാത്രം സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം ദിവ്യ ശ്യാമിനും നന്ദി, നമസ്കാരം.